എം സുകുമാരൻ എഴുതിയ മഴത്തുള്ളികൾ എന്നൊരു കഥ വായിച്ചു. വെറുപ്പും അകൽച്ചയും സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ കാരണം കൊണ്ടല്ലെന്ന്, അവനവൻ്റെ കുറ്റങ്ങൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്നതുമാണെന്നുള്ള ഒരു ഉൾക്കാഴ്ച തരുന്ന വളരെ മനോഹരമായൊരു കഥ. അതിലെ കഥാപാത്രം രാധ എന്നൊരു പെൺകുട്ടി. അവളൊരു കടുത്ത ക്ഷയരോഗം ബാധിച്ചിരിക്കുകയാണ്. ആ ക്ഷയരോഗം തൻ്റെ മനസ്സും ശരീരവും വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അവൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുമ്പോൾ അവളുടെ തളർച്ച വല്ലാതെ കൂടുന്നു. ഭർത്താവിനെക്കുറിച്ച് ഒട്ടും ഗുണകരമല്ലാത്ത ചിന്തയിൽ അവൾ വല്ലാതെ ഉരുകുകയാണ്. അയാളുടെ പഴയ ആ സ്നേഹം കുറഞ്ഞു പോകുമോ എന്നുള്ള പേടി കാരണം അവളുടെ ഹൃദയം വല്ലാതെ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. പ്രതീക്ഷയുടെ എല്ലാ സാധ്യതകളും അസ്തമിച്ചു എന്ന ചിന്തയിൽ മനസ്സാകെ ഇരുണ്ടൊരു രാത്രിയിൽ അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവരുടെ വീടിൻ്റെ കിണറ്റിൽ തൂക്കിയ കയറെടുത്ത് മാവിൻ കൊമ്പിൽ തൂങ്ങി മരിക്കാൻ അവൾ തീരുമാനിച്ചു. ഞാൻ അയാൾക്ക് ഇനിയൊരു ഭാരമാകുന്നില്ല. മുറ്റത്തെ ഇലഞ്ഞിമരത്തിൽ പൂക്കൾ വിരിയുകയും വാടുകയും കൊഴിയുകയും ചെയ്യുന്നത് പോലെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞു പോകും. അതോടൊപ്പം എന്നോടുള്ള ഓർമ്മകളും മാഞ്ഞു പോകട്ടെ എന്ന ചിന്തയിൽ അവൾ കയറുമെടുത്ത് മാവിൻ്റെ കൊമ്പിനടുത്തേക്ക് നടന്നു നീങ്ങി. പെട്ടെന്ന് ഒരു തണുത്ത കൈ അവളുടെ തോളിൽ പതിച്ചു. അതയാളായിരുന്നു, തൻ്റെ ഭർത്താവ്. അവളുടെ കയ്യിലെ കയറ് കണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ അയാളെ തോൽപ്പിച്ചു കളഞ്ഞു. അവൾ ചോദിച്ചു, ആണുങ്ങൾ കരയുമോ? ആണുങ്ങൾ കരയാൻ പാടില്ല, അയാൾ പറഞ്ഞു. എൻ്റെ രാധേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ആ വലിയ മനുഷ്യൻ കുഞ്ഞിനെപ്പോലെ പൊട്ടിക്കരഞ്ഞു. അയാളുടെ നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് നിന്ന് അവളും പൊട്ടിക്കരഞ്ഞു. ഞാനൊരു രോഗിയാണ് എന്ന് പറഞ്ഞ് അവളുടെ കരച്ചിലിന് വേഗം കൂടിയപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഒരൊറ്റ വാക്കിൻ്റെ തുമ്പിൽ പിടിച്ചാണ് അവൾ പിന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നത്. പൊയ്പോയ പ്രതീക്ഷകളെല്ലാം അരികിലേക്ക് ഓടിയെത്തിയതും ആ വാക്ക് കാരണമാണ്. ആ വാക്ക് ഇങ്ങനെയായിരുന്നു: എങ്കിലും രാധേ, നീ എൻ്റേതാണ്. എങ്കിലും രാധേ, നീ എൻ്റേതാണ്. എത്രയൊക്കെ കുറവുകൾ നിനക്കുണ്ടെങ്കിലും നീ എൻ്റേതാണ്. ഈ ഒരു ബോധ്യമാണ് ബന്ധങ്ങളെ പിടിച്ചു നിർത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മളിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. എങ്കിലും നീ എൻ്റേതാണ്. കവി പറയുന്നത് പോലെ, എൻ്റെ വരണ്ട തൊലിപ്പുറത്തിനും നിൻ്റെ ഉള്ളം കൈക്കും ഇടയിലുള്ള ചൂടിനെ ഞാൻ സ്നേഹമെന്ന് വിളിക്കും. കാലം എത്ര കഴിഞ്ഞാലും ആ തൊലി അഴുകിയാലും ആ ചൂട് അങ്ങനെ നിലനിൽക്കും, ഓർമ്മകളായും പ്രാർത്ഥനകളായും.